അപ്പോൾ ഇതാണ് ദോശ. ഇത് വെറൊരു ദോശ ഒന്നുമല്ല, ഇതിൻ്റെ ലൈഫിലത്തെ ആദ്യത്തെ ദോശയാണ്. ഞാൻ മാവ് ഉണ്ടാക്കിയിട്ട് പരത്തി ചുട്ട ദോശയാണ് ഗൈസ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മിഞ്ഞാന്ന് തന്നെ സാധനം ഇട്ട് വെച്ചിട്ട് ചുട്ടാണ്. അപ്പോൾ ഫസ്റ്റത്തെ അറ്റംപ്റ്റിലൊന്നും മൂടൊന്ന് കരിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും അതൊക്കെ സെറ്റായി. പിന്നെ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 3 ദോശ പാക്ക് ചെയ്തും വെച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ ഞാൻ കാണിച്ചു തരുന്നത് ചെറുപയർ കറിയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ കുക്കറിലിട്ടിട്ട് ഒരു 4 വിസിലൊക്കെ അടുപ്പിച്ച് വേവിച്ച് സെറ്റാക്കിയിട്ട് ഇപ്പോൾ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പാല് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും ഇറ്റ്സ് വെരി സിമ്പിൾ ടു മേക്ക് അവർ സെൽഫ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സിമ്പിളാണ്. നമ്മൾ കുറച്ച് നേരം നമുക്ക് വേണ്ടിയിട്ട് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആക്ച്വലി കുക്കിംഗ്. ബിക്കോസ് നമ്മുടെ സ്പേസ് വേറെ ആൾക്കാരൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാം. പിന്നെ കുറച്ച് എക്സ്ട്രാ ഇത് വന്നപ്പോൾ ചെറുപയർ വന്നപ്പോൾ ഞാനത് ഇങ്ങനെ ഇതാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ ബൈ.